മക്കളെ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങളുടെ A Little Effort Load of Work എന്നുള്ള ഈ ഒരു ചാപ്റ്ററിൽ മുൻ വർഷങ്ങളിൽ ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് വന്നത്, ഏതൊക്കെ ചോദ്യങ്ങളാണ് വന്നത്, അവയുടെ ഉത്തരങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെയാണ്. അപ്പൊ നോക്കിയാലോ. യെസ്, അപ്പൊ എന്തൊക്കെ ചോദ്യങ്ങളാണ് ചോദിച്ചത്? ഒന്നാമത്തെ ചോദ്യം, we use a pulley to draw water from the well. How does a pulley work as a simple machine? മക്കളെ, ഈ ഒരു ചാപ്റ്ററിൽ മക്കള് സിമ്പിൾ മെഷീൻസ്, ലഘുയന്ത്രങ്ങൾ എന്തൊക്കെയാന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. ആ സിമ്പിൾ മെഷീൻസിൽ വരുന്ന ഒരെണ്ണാണ് ഈ പുള്ളി. പുള്ളി എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതേപോലെ കിണറിൽ നിന്ന് വെള്ളം കോരാനായിട്ട്, വെല്ലിൽ നിന്ന് വാട്ടർ എടുക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പുള്ളി. ഇവിടെ പുള്ളി എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഒരു സിമ്പിൾ മെഷീൻ ആയിട്ടാണ്. അത് നമ്മൾ എവിടെയാ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്, ബലം പ്രയോഗിക്കുന്നത് എവിടെയാ? മക്കൾ ഇതാ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. കിണറിൽ നമ്മൾ വെള്ളം കോരുകയാണല്ലേ, നമ്മൾ ആ കയറ് താഴേക്ക് ഇങ്ങനെ വലിക്കുകയാണ്. സാധാരണ ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ വെള്ളം കോരുകയാണെങ്കിൽ ഏത് രീതിയിലായിരിക്കും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് വെള്ളം കിട്ടുക? ഈ ചേച്ചി കപ്പിയൊന്നും യൂസ് ചെയ്യാതെ, പുള്ളിയൊന്നും യൂസ് ചെയ്യാതെ തന്നെ വെള്ളം ഇങ്ങനെ കോരി എടുക്കുകയാണ്. ബട്ട് ഇവിടെ എന്താ സംഭവിക്കുക? പുള്ളി യൂസ് ചെയ്തുകൊണ്ട് ആ കയറിൽ വലിച്ചിട്ടാണ് വെള്ളം കോരുക. ഈ രണ്ട് സിറ്റുവേഷൻസിൽ ഏത് സിറ്റുവേഷനിലാണ് വളരെ എളുപ്പത്തിൽ വെള്ളം കിട്ടുക? പുള്ളി യൂസ് ചെയ്യുന്ന സിറ്റുവേഷനിലാണല്ലേ. പുള്ളി അവിടെ ഒരു സിമ്പിൾ മെഷീനായിട്ട് ആക്ട് ചെയ്യാണ്. നമ്മുടെ എഫേർട്ട് നമ്മൾ കുറച്ച് അധ്വാനിച്ചാൽ മതി, നമ്മുടെ എഫേർട്ട് ഈ ഒരു സിറ്റുവേഷനിൽ കുറവാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിലോ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതായിട്ട് വരും. വളരെ പെട്ടെന്ന് നമ്മൾ ക്ഷീണിക്കുമല്ലേ, കാരണം ഇവിടെ പുള്ളി പോലെ ഒരു സിമ്പിൾ മെഷീൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. സോ ഈ ചാപ്റ്ററിലെ സിമ്പിൾ മെഷീൻസ് മക്കൾ ഓർത്തു വയ്ക്കുക. ആൻഡ് ഈ ഒരു സെന്റൻസ് എഴുതണം കേട്ടോ. വർക്ക് ക്യാൻ ബി മെയ്ഡ് ഈസിയർ ബൈ അഡ്ജസ്റ്റിംഗ് ദി പൊസിഷൻ ഓഫ് ദി എഫേർട്ട് ഇൻ സിമ്പിൾ മെഷീൻസ്. ലഘുയന്ത്രങ്ങളില്, സിമ്പിൾ മെഷീൻസില് യത്നത്തിന്റെ സ്ഥാനം മാറ്റി ക്രമീകരിച്ച് പ്രവൃത്തി കൂടുതൽ എളുപ്പമാക്കാം. യത്നം എന്താണ്? നമ്മൾ ഇവിടെ പ്രയോഗിക്കുന്ന ആ ഒരു എഫേർട്ട്, അതിനാണ് പറയുന്നത് യത്നം അല്ലെ. എന്തുമാത്രം ഫോഴ്സിലാണ്, എന്തുമാത്രം ബലം പ്രയോഗിച്ചിട്ടാണ് നിങ്ങൾ ഒരു വർക്ക് ചെയ്യുന്നത്, ഒരു ജോലി ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ശ്രദ്ധിക്കൂ മക്കളെ. ഇവിടെ നമ്മൾ എവിടെയാണ് എഫേർട്ട് ഇടുന്നത്, എവിടെയാണ് യത്നത്തിന്റെ സ്ഥാനം എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരാള് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു ചോദ്യം കൂടി പഠിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. ആ ചോദ്യം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക കേട്ടോ. ആ ചോദ്യത്തിൽ നമുക്കിത് ക്ലിയർ ആയിട്ട് പഠിക്കാം. അടുത്ത ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഓഫ് 2 ടൈപ്സ് ഓഫ് വെഡ്ജസ് ഗിവൺ ബിലോ. രണ്ട് തരത്തിലുള്ള വെഡ്ജുകൾ, രണ്ട് തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, അതിന്റെ ഇമേജ് തന്നിട്ടുണ്ട്. ആൻഡ് റൈറ്റ് എനി വൺ യൂസ് ഓഫ് ഈച്ച് വെഡ്ജ്. മക്കളെ, ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം എന്ന് വരച്ച് കാണിക്കുക. എന്താ വ്യത്യാസം? ഈ ഒരു വെഡ്ജിന്, ഈ ഒരു ആപ്പിന് ഒരു സൈഡ് മാത്രമാണ് ഇൻക്ലൈൻഡ്, ചെരിഞ്ഞിരിക്കുന്നത് അല്ലെ. പക്ഷെ ഇവിടെ എന്താ? രണ്ട് വശവും കൂർത്ത വശങ്ങളാണല്ലേ, ചെരിഞ്ഞ വശങ്ങളാണ്. ഈ സൈഡും അതേപോലെ ഈ സൈഡും. ബട്ട് ഈ ഒരു വെഡ്ജിന്റെ പ്രത്യേകത, ഇതിന് ഈ ഒരു സൈഡ് മാത്രമേ അങ്ങനെ ഉള്ളൂ. രണ്ടും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, വ്യത്യാസമുണ്ട്. ഇവര് രണ്ടുപേരുടെയും ഉപയോഗം എങ്ങനെ എഴുതുക? എന്തായിരിക്കും ഉപയോഗം? ഈ ഒരു ഇമേജിൽ നിങ്ങൾക്ക് കാണാം ഇവര് രണ്ടുപേരുടെയും ഉപയോഗം അല്ലെ. ഒരാൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ വെഡ്ജ് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ആപ്പ് യൂസ് ചെയ്തിരിക്കുന്നത്? ആ തടിയുടെ ഇടയിൽ വെക്കാനായിട്ട്. മക്കൾ ഇങ്ങനെ ആൻസർ എഴുതിയാൽ മതി. ഈ കാണുന്ന ആൻസർ. ആദ്യത്തെ വെഡ്ജ് യൂസ് ചെയ്യുന്നത് ടു ടൈറ്റൻ വുഡൻ ഫ്രെയിംസ്. വുഡൻ ഫ്രെയിംസ്, ഇതേപോലത്തെ വുഡൻ ഫ്രെയിംസ് ടൈറ്റ് ചെയ്യാനായിട്ട്, കട്ടളയുടെ ഇടയിലൊക്കെ അത് മുറുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. രണ്ടാമത്തെ വെഡ്ജ് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക? ഇതേപോലെ മരത്തിന്റെ ഇടയിലൊക്കെ, വിറക് കീറുന്നതിനിടയിലൊക്കെ നമ്മളൊരു ആപ്പ് പോലെ, അത് മുറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഇതേപോലെ യൂസ് ചെയ്യുന്നതാണ് രണ്ടാമത്തെ വെഡ്ജ്, രണ്ടാമത്തെ ആപ്പ്. ക്ലിയർ ആണല്ലോ മക്കള്? കുഞ്ഞിലെ ഈ കഥ പഠിച്ചിട്ടില്ലേ? ഒരു മരപ്പണിക്കാരൻ ഇങ്ങനെ ഒരു ആപ്പ് മരത്തിന്റെ ഇടയിൽ വെച്ചിട്ട് പോകുന്ന ടൈമില് ഒരു കുരങ്ങൻ എന്ത് ചെയ്യും? അത് വന്ന് ഊരിയെടുക്കുന്ന കഥ പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പൊ ആ ഒരു കഥ മനസ്സിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ഈ വെഡ്ജിന്റെ ഉപയോഗം ഓർത്തു വെക്കുക. അപ്പം ഈ ഒരു സെന്റൻസ് മക്കൾ എഴുതിയാൽ മതി. രണ്ടും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു? കട്ടിള മുറുക്കുന്നതിനും അതേപോലെ വിറക് കീറാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ വെഡ്ജ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം. ഒബ്സർവ് ഫിഗേഴ്സ് A and B
ഇൻ വിച്ച് ഇൻസ്റ്റൻസ് ഇസ് ദ വർക്ക് ഈസിയർ? രണ്ട് സിറ്റുവേഷനും രണ്ട് സന്ദർഭങ്ങളും പരിശോധിച്ച് ഇതിൽ ഏത് സന്ദർഭത്തിലാണ് നമുക്ക് വളരെ എളുപ്പത്തിൽ നമ്മുടെ ജോലി ചെയ്യാൻ സാധിക്കുക? ഇവിടെ ഇവർ ചെയ്യുന്ന ജോലി എന്താ? രണ്ടുപേരും കിണറ്റിൽ നിന്ന് വെള്ളം കോരുകയാണ് അല്ലേ? ഈ രണ്ട് സന്ദർഭത്തിന്റെയും പ്രത്യേകത എന്താ മക്കളെ? ഒരിടത്ത് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരിടത്ത് എന്താണ് പുള്ളി യൂസ് ചെയ്തിട്ടാണ്. ആൻഡ് ഇവിടെയോ ഈ ചേച്ചി സ്വന്തം കൈകൊണ്ട് ഇതാ ഇങ്ങനെ വലിച്ചു വലിച്ചു വെള്ളം കോരിയെടുക്കുക. ഈ രണ്ട് സിറ്റുവേഷനിൽ ഏത് സിറ്റുവേഷനിലാണ് വളരെ എളുപ്പത്തിൽ വെള്ളം കോരാൻ സാധിക്കുക? അഫ്കോഴ്സ് പുള്ളി യൂസ് ചെയ്ത സിറ്റുവേഷനിലാണ് അല്ലേ? അപ്പൊ മുൻവർഷ ചോദ്യമാണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പുള്ളി യൂസ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷനിലാണ് വളരെ എളുപ്പത്തിൽ വർക്ക് ചെയ്യാൻ സാധിക്കുക. ബിക്കോസ് ഇവിടെ ഈ പുള്ളി എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? സിമ്പിൾ മെഷീൻ ആയിട്ട് പ്രവർത്തിക്കുന്നു, ലഘു യന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു. യെസ്. ആൻഡ് അടുത്ത ചോദ്യം, ഈ ഒരു ചോദ്യം കൂടിയേ ഉള്ളൂ. ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കൂ. എക്സാമിൻ ദ ഗിവൻ ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് 2 ramps. Which among these ramps is suitable for physically challenged children? Give reason. അപ്പൊ രണ്ട് റാമ്പുകളുടെ ഇമേജ് കൊടുത്തിട്ടുണ്ട് അല്ലെ? രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇവിടെ കുറച്ചും കൂടി ചെരിവുണ്ടല്ലേ? ഈ ഒരു ഇമേജിനെ വെച്ച് നോക്കിയാൽ ഇത് കുത്തനെയുള്ളൊരു കയറ്റം പോലെ ഇരിക്കുന്നു. ആൻഡ് ഇതിന് കുറച്ചും കൂടി ചരിവുണ്ട്. ഈ രണ്ടെണ്ണത്തിൽ ചലന വൈഷമ്യമുള്ള കുട്ടികൾക്ക്, അതായത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള വീൽ ചെയറിലൊക്കെ സഞ്ചരിക്കുന്ന കുഞ്ഞുങ്ങൾ കാണുമല്ലേ? അവർക്ക് ഈ രണ്ട് സിറ്റുവേഷനിൽ ഏത് റാമ്പിൽ കൂടിയാണ് കയറാൻ എളുപ്പം? മക്കൾ ഇതാ ഈ ഒരു ഇമേജ് നോക്കൂ. ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ? അവർക്ക് എങ്ങനെയുള്ള റാമ്പിൽ കൂടിയായിരിക്കും? ആദ്യത്തേതാണോ രണ്ടാമത്തേതാണോ? ഏത് റാമ്പിലായിരിക്കും? ആദ്യം കാണുന്ന റാമ്പിലായിരിക്കും എളുപ്പം അല്ലേ? ആൻഡ് ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരുണ്ട് ഇൻക്ലൈൻഡ് പ്ലെയിൻ. എന്താണ്? ചരിവു തലം. ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ. അപ്പൊ അവിടെ ആൻസർ എഴുതുമ്പോൾ ആദ്യത്തെ റാമ്പ് ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ എഴുതുക. ഒരു ചരിവു തലമാണ്, അത് എഴുതാൻ മറക്കരുത്. അതേപോലെ തന്നെ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് ഇതാ. ഈ രണ്ട് ചിത്രങ്ങളും നിരീക്ഷിച്ചിട്ട് ഇതിൽ ഏത് ലോറിയിലാണ് വളരെ എളുപ്പത്തിൽ തടി കയറ്റാൻ സാധിക്കുന്നത്? ഒന്നാമത്തതിലാണോ രണ്ടാമത്തതിലാണോ എന്ന്. ഒന്നാമത്തേത് നോക്കിയേ, അവരാ മരം നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോ? ക്ലാരിറ്റി ഉണ്ടോ? ഈ വർഷത്തെ ചോദ്യ പേപ്പറാണിത്. നോക്കിയേ, ഈ തടി മരം അവരിങ്ങനെ കുത്തനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെയോ ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ് അല്ലെ? ഒരു ചെരിവ് തലം പോലെ ചരിച്ചു വെച്ചിരിക്കുകയാണ്. ഇതുവഴിയാണ് തടി എളുപ്പത്തിൽ കയറ്റാൻ സാധിക്കുക. ഈ രണ്ടാമത്തെ സിറ്റുവേഷനിലാണല്ലേ? ഇവിടെ അവർ ഒരുപാട് എഫേർട്ട് പ്രയോഗിക്കേണ്ടി വരും. പക്ഷെ ഇതിന് ചെരിവുള്ളത് കൊണ്ട് വളരെ എളുപ്പത്തിൽ തടി കയറ്റാനായിട്ട് സാധിക്കും. ക്ലിയർ അല്ലേ? ഇതാ ഇതേപോലെ വളരെ എളുപ്പത്തിൽ. ഇതൊരു ഇൻക്ലൈൻഡ് പ്ലെയിൻ ആണ്, ചരിവ് തലമാണ്, അതാണ് എഴുതേണ്ടത്. ആൻഡ് അവസാനമായിട്ട് നോക്കിയേ, ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെ വളരെ എളുപ്പത്തിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ രണ്ട് സിറ്റുവേഷനിൽ ഇതാണ് ഇൻക്ലൈൻഡ് പ്ലെയിൻ, ചെരിവ് തലം. ഇത് വളരെ കുത്തനെയുള്ള കയറ്റാണ്. ഇതുവഴി ഒരു സാധനം കയറ്റാൻ ഇതിലും ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ക്ലിയർ അല്ലേ? നിങ്ങൾക്കറിയാം കുത്തനെയുള്ളൊരു കയറ്റത്തിൽ കൂടി വണ്ടി കയറ്റാനാണോ, അതോ ഇങ്ങനെ ചെരിഞ്ഞു കിടക്കുന്ന ഒരു ചെരിവ് തലത്തിൽ കൂടിയാണോ നിങ്ങൾക്ക് വണ്ടി വളരെ എളുപ്പത്തിൽ ഓടിക്കാൻ സാധിക്കുക? ഒരു ചെരിവ് തലം, ഇൻക്ലൈൻഡ് പ്ലെയിനിലൂടെയാണല്ലേ? സോ മക്കളെ, ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ എല്ലാ ചാപ്റ്റേഴ്സിലെയും ചോദ്യങ്ങളുമായി നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. ആൻഡ് ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ഡിയേഴ്സ്.